ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവാന്റെ ബാലലീലകൾ അവസാനിക്കുന്നില്ല. അതിനെക്കുറിച്ചാണ് 44 ദശകത്തിലും നാരായണീയത്തിൽ പറയുന്നത്. ഇതിൽ ഭഗവാന്റെ പേരിടൽ ചടങ്ങിനെ കുറിച്ചാണ് നാം വിവരിക്കുന്നത്. ഗൂഢം വസുദേവഗിര കർത്തും തേ നിഷ്ക്രിയസ്യ സംസ്കാരാൻ ഹൃദ്ഗതഹോരാതത്വോ ഗർഗമുനിസ്ത്വദ്ഗൃഹം വിഭോഗതവാൻ. ഒരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിന് ലൗകിക വ്യവഹാരങ്ങൾക്ക് പ്രാപ്തിയുണ്ടാകുന്നതിന് വേണ്ടി പല സംസ്കാരങ്ങൾ, പല ചടങ്ങുകൾ വേണ്ടിവരും. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമുക്കറിയാം പേരിടൽ ചടങ്ങ്, നാമകരണം, പിന്നീട് ചോറൂണ്, വിദ്യാരംഭം എന്നിങ്ങനെ ആ കുഞ്ഞിനെ ലൗകിക ജീവിതത്തിന് പ്രാപ്തനാക്കാനായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇവയ്ക്ക് പിന്നിൽ എന്നാണ് വിശ്വാസം. നന്ദഗോപുരാവട്ടെ തൻ്റെ മകൻ്റെ നാമകരണ ചടങ്ങ്, പേരിടൽ ചടങ്ങ് വളരെ ഗംഭീരമായിട്ട് നടത്തണമെന്നാണുള്ളത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത്. പക്ഷെ എന്ത് ചെയ്യാം, മഹാരാജാവ് കംസൻ ഇപ്പോൾ ജനിച്ച കുട്ടികളെയൊക്കെ കൊല്ലാനായിട്ട് ആൾക്കാരെ വിടുകയാണ്. അപ്പം അതുകൊണ്ട് വളരെ രഹസ്യമായിട്ട് തന്നെ കുഞ്ഞിൻ്റെ പേരിടൽ കർമ്മം നടത്താൻ നന്ദഗോപർ തീരുമാനിച്ചു. അതിനായി അവിചാരിതമായി ഒരു മഹാമുനി അവിടെ എത്തിച്ചേരുകയും ചെയ്തു. ജ്യോതിശാസ്ത്ര പണ്ഡിതനായ ഗർഗമുനി. അദ്ദേഹം യാദവന്മാരുടെ ഗുരുവാണ്. യഥാർത്ഥത്തിൽ കൃഷ്ണൻ യാദവ രാജകുമാരനാണല്ലോ. കൃഷ്ണൻ്റെ യഥാർത്ഥ പിതാവ് വസുദേവനുമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രേരണ കൂടി ഉണ്ടെന്ന് വെച്ചോളൂ. അങ്ങനെയാണ് ഗർഗമുനി കൃഷ്ണൻ്റെ നാമകരണ ചടങ്ങ് നടത്തുവാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത്. ഗൂഢം വസുദേവഗിര അല്ലേ, വളരെ വസുദേവൻ്റെ വാക്കുകൾ കൊണ്ട് വളരെ രഹസ്യമായിട്ട് തന്നെ ചെയ്യണമെന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഗർഗമുനി, വളരെ പണ്ഡിതനായിട്ടുള്ള ഗർഗമുനിയാണ് ഭഗവാന്റെ നാമകരണ ചടങ്ങിന് വേണ്ടിയിട്ട് ഗോകുലത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഗൂഢം വസുദേവഗിര കർത്തും തേ നിഷ്ക്രിയസ്യ സംസ്കാരാൻ ഹൃദ്ഗതഹോരാതത്വോ ഗർഗമുനിസ്ത്വദ്ഗൃഹം വിഭോഗതവാൻ. നന്ദോധ നന്ദിതാത്മാ ബൃന്ദിഷ്ടം മാനയന്നമും യമിനം മന്ദസ്മിതാർദ്രമൂജേ ത്വൽസംസ്കാരാൻ വിദാതും ഉത്സുകദീഹി. യമികളിൽ വെച്ച് ശ്രേഷ്ഠനായ ഗർഗമഹർഷിയെ സന്തുഷ്ടനായ നന്ദഗോപൻ ആചാരപൂർവം അർഘ്യപാദ്യാദികൾ നൽകി സ്വീകരിച്ചു. നന്ദഗോപരുടെ ആതിഥ്യ മര്യാദ കൊണ്ട് പ്രസാദിച്ച് മന്ദസ്മിതം തൂകുന്ന മഹർഷിയെ വന്ദിച്ച് അദ്ദേഹത്തോട് തൻ്റെ മകൻ്റെ നാമകരണാദി സംസ്കാരങ്ങൾ, പേരിടൽ ചടങ്ങുകൾ ചെയ്യാനായിട്ട് നന്ദഗോപൻ അപേക്ഷിച്ചു. നന്ദോധ നന്ദിതാത്മാ ബൃന്ദിഷ്ടം മാനയന്നമും യമിനാം മന്ദസ്മിതാർദ്രമൂജേ ത്വൽസംസ്കാരാൻ വിധാതും ഉത്സുകധീഹി. യദുവംശാചാര്യത്വാത് സുനിഭൃതമിതമാര്യ കാര്യമിതി കഥയന് ഗർഗോ നിർഗതപുളകശ്ചക്രേ തവ സാഗ്രജസ്യ നാമാനി. ഗർഗമഹർഷി യാദവരുടെ കുലഗുരുവാണല്ലോ. യാദവ വംശത്തിൽ തൻ്റെ അന്തകനായി ഒരു ശിശു ജനിച്ചിട്ടുണ്ടെന്ന് അറിയാവുന്ന കംസൻ അടുത്ത കാലത്ത് ജനിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും വധിക്കുവാനായിട്ട് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണല്ലോ. അതിനാൽ നന്ദഗോപരുടെ കുഞ്ഞിൻ്റെ നാമകരണം രഹസ്യമായി തന്നെ നടത്താമെന്ന് മഹർഷിയും നന്ദഗോപനോട് പറഞ്ഞു.
പിന്നീട് അദ്ദേഹം യശോദയുടെ പുത്രനും രോഹിണി പുത്രനായ ജ്യേഷ്ഠനും വളരെ രഹസ്യമായിട്ട് നാമകരണം ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. യദുവംശാചാര്യത്വാത് സുനിഭൃതമിതമാര്യ കാര്യമിതി കഥയന് ഗർഗോ നിർഗത പുളകശ്ചക്രേ തവ സാഗ്രജസ്യ നാമാനി. കഥമസ്യ നാമ കുർവേ സഹസ്രനാമ്നോ ഹി അനന്തനാമ്നോ വാ ഇതി നൂനം ഗർഗമുനിശ്ചക്രേ തവ നാമരഹസി വിഭൂ. എല്ലാ ശ്ലോകങ്ങളിലും ഈ രഹസ്യമായിട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വളരെ രഹസ്യമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഗർഗമുനി ചെയ്തിട്ടുള്ളത് എന്ന് വീണ്ടും വീണ്ടും കവി പറയുകയാണ്. ഇവിടെ അദ്ദേഹത്തിന് ഒരു സംശയം. എന്താണ് സംശയം? സഹസ്രനാമ്ന, നമുക്കറിയാം വിഷ്ണു സഹസ്രനാമം അല്ലേ? വിഷ്ണുവിന് എത്ര നാമമുണ്ട്? സഹസ്രനാമമാണ് എന്ന് പറഞ്ഞാലും എല്ലാ നാമങ്ങളും ഭഗവാന്റെ തന്നെയാണ് എന്ന് വേറൊരു പാഠഭേദം കൂടിയുണ്ട്. അപ്പോൾ 1000 പേരുള്ള വിഷ്ണുവിൻ്റെ അവതാരമായ യശോദാപുത്രന് താൻ എങ്ങനെയാണ് പേര് നൽകുക? അദ്ദേഹത്തിന് സംശയമാണ്. അതുപോലെ രോഹിണി പുത്രനായ ബലരാമൻ എന്നറിയപ്പെടുന്ന അനന്തൻ്റെ ജന്മമാണ്, അവതാരമാണ് രോഹിണീപുത്രൻ. അദ്ദേഹം ആണെങ്കിൽ അനന്തനാമ്നാമാണ്, അന്തമില്ലാത്ത നാമങ്ങളുടെ അധിപനാണ്. അപ്പം ഇങ്ങനെയുള്ള ഈ 2 കുമാരന്മാർക്കും താൻ എങ്ങനെയാണ് ഒരു പേര് നൽകുക? ഇങ്ങനെയെല്ലാം ചിന്തിച്ചത് കൊണ്ട് ആകണം ഗർഗമുനി ഇവരുടെ നാമധേയങ്ങൾ അല്ലെങ്കിൽ നാമകരണം വളരെ രഹസ്യമായിട്ട് ചെയ്തത്. ഇപ്പം നന്ദഗോപനും പറഞ്ഞിട്ടുണ്ട്, വാസുദേവനും പറഞ്ഞിട്ടുണ്ട് കുട്ടികളുടെ നാമകരണം വളരെ രഹസ്യമായിട്ട് ചെയ്യണമെന്ന്. ഇവിടെ കവി വേറൊരു രീതിയിലാണ് പറയുന്നത്. ഈ സഹസ്രനാമം ഉള്ളവനും അനന്തനാമങ്ങളുള്ളവനും ആയ ഈ കുഞ്ഞുങ്ങൾക്ക്, കൃഷ്ണനും അതുപോലെ ബലരാമനും എങ്ങനെയാണ് ഒരു പേര് താൻ നൽകുക എന്ന് സംശയമുള്ളത് കൊണ്ടാണ് ഗർഗമുനി വളരെ രഹസ്യമായിട്ട് അവരുടെ പേരിടൽ കർമ്മം നടത്തിയത് എന്നാണ് വേറൊരു രീതിയിൽ കവി പറയുന്നത്. കഥമസ്യ നാമ കുർവേ സഹസ്രനാമ്നോ ഹി അനന്തനാമ്നോ വാ ഇതി നൂനം ഗർഗമുനിശ്ചക്രേ തവ നാമ രഹസി വിഭൂ. കൃഷിധാതുണകാരാഭ്യം സത്താനന്ദാത്മദം കിലാബിലവത് ജഗദകർഷിത്വം വാ കഥയദൃശി കൃഷ്ണനാമദേവ്യതനോത്. ഗർഗമഹർഷി സർവജ്ഞനായതുകൊണ്ട് ഭഗവാന്റെ തത്വം കണ്ടറിഞ്ഞു. ബ്രഹ്മചൈതന്യം തന്നെയാണ് ഭഗവാൻ. അതുപോലെ വിഷ്ണുവിൻ്റെ അവതാരമാണ് ഈ കുഞ്ഞ് എന്നെല്ലാം അദ്ദേഹത്തിന് അറിയാം. വിഷ്ണുവിൻ്റെ അവതാരമാകയാൽ കൃഷ്ണൻ എന്ന പേര് ചേരും എന്ന് അദ്ദേഹത്തിന് തോന്നി. മാത്രമല്ല, അധർമ്മികളുടെ ഭാരം കൊണ്ട് ദുഃഖിക്കുന്ന ഭൂമിയുടെ ഭാരം അകറ്റാനാണല്ലോ ഈ അവതാരം. ജഗത്തിൻ്റെ പാപങ്ങളെ അകറ്റി ഭൂമിയുടെ ഭാരം കുറയ്ക്കണം. അപ്പം അതുകൊണ്ട് അത് ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ കൃഷ്ണൻ എന്ന പേര് കുഞ്ഞിന് ചേരും എന്ന് അദ്ദേഹം തീരുമാനിച്ച് കൃഷ്ണൻ എന്ന് യശോദാപുത്രന് അദ്ദേഹം പേര് നൽകി. കൃഷിധാതുണകാരാഭ്യം സത്താനന്ദാത്മദം കിലാബിലവത് ജഗദകർഷിത്വം വാ കഥയദൃശി കൃഷ്ണനാമതേ വ്യതനോത്. ഇനി
രോഹിണീപുത്രന് പേരിടണ്ടേ, അതെന്തിടും എന്ന് ആലോചിക്കുകയാണ് ഗർഗമുനി. അന്യാംശ്ച നാമഭേദാൻ വ്യകുർവന്നഗ്രജേ ച രാമാദീൻ അതിമാനുഷാനുഭാവം നിഗതത്വാം അപ്രകാശയൻ പിത്രേ. ഗർഗമുനി ജ്യോതിശാസ്ത്ര പണ്ഡിതനും കൂടിയാണ്, സർവജ്ഞനാണ്. ഈ രണ്ട് ശിശുക്കളും അവതാരമൂർത്തികളാണെന്ന് കണ്ടറിഞ്ഞ് അതുകൊണ്ട് തന്നെ അവർക്ക് ചേരുന്ന പേരുകൾ ആണ് അദ്ദേഹം നൽകിയത്. രോഹിണി പുത്രനായ കൃഷ്ണന്റെ ചേട്ടന് എന്ത് പേരാ നൽകിയത്? ആ കുഞ്ഞ് ഏവരെയും രമിപ്പിക്കുന്നവനായതിനാൽ രാമൻ എന്ന് പേരിട്ടു. അതുപോലെ തന്നെ അസാമാന്യ ശക്തി അല്ലെങ്കിൽ ബലം ഉള്ളവനാകയാൽ ബലൻ എന്നും അദ്ദേഹത്തിന് നാമധേയം വന്നു. അതുപോലെ തന്നെ യദുക്കൾക്കിടയിൽ കലഹമുണ്ടാകുമ്പോൾ അത് ഒത്തുതീർപ്പാക്കുന്നവൻ എന്ന അർത്ഥത്തിൽ സംഘർഷണൻ എന്നും രാമന് പേരിട്ടു. അപ്പോൾ രാമൻ, ബലരാമൻ, സംഘർഷണൻ എന്നൊക്കെ പേര് കൃഷ്ണന്റെ ചേട്ടനായ രോഹിണീപുത്രന് ഇട്ടിട്ടുണ്ട്. ആ പേരുകളെല്ലാം അദ്ദേഹത്തിന് ചേരും. യശോദാപുത്രന് കൃഷ്ണൻ എന്ന് പേരിട്ടു, അത് പറഞ്ഞല്ലോ. വാസുദേവനെ ഉപാസിച്ചതുകൊണ്ട് കറുത്ത നിറമായി തീർന്നതിനാലാണ് ആ പേരിട്ടത് എന്ന് ഒരു കാരണവും പറഞ്ഞു. കറുത്ത നിറമാണ് കുട്ടിക്ക്, അപ്പോൾ കൃഷ്ണന് എന്ന് പേരിടാം. അതുപോലെ വാസുദേവനെ ഉപാസിച്ചു ഉണ്ടായ കുട്ടിയാണ് ഭഗവാനെ, അപ്പോഴും കൃഷ്ണൻ എന്ന് പേരിടാം എന്ന് അങ്ങനെ സമർത്ഥിച്ചുകൊണ്ട് ബലരാമനും കൃഷ്ണനും ആ പേരുകൾ നൽകി. അന്യാംശ്ച നാമഭേദാൻ വ്യകുർവന്നഗ്രജേ ച രാമാദീൻ അതിമാനുഷാനുഭാവം നിഗതത്വാം അപ്രകാശയൻ പിത്രേ. ഇനി നമ്മൾ പേരിടുക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ജാതകം വായന പോലെയാണ്. വലിയ ജ്യോതിശാസ്ത്ര പണ്ഡിതനുമാണ് നമ്മുടെ ഗർഗമുനി. അപ്പോൾ തീർച്ചയായിട്ടും അച്ഛനൊരാഗ്രഹം കാണും, ഈ കുഞ്ഞുങ്ങളുടെ ഭാവി, ഇവരുടെ എങ്ങനെയൊക്കെയാണ് ജീവിക്കുക, അവരുടെ അല്ലേ നല്ല കാലങ്ങളെക്കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുണ്ടോ? അപ്പോൾ എന്താ പറയുക, ഭഗവാനെക്കുറിച്ച് നമുക്ക് എന്തു പറയാൻ കഴിയും? അപ്പോൾ ഭഗവാനാണെന്ന് പറയാതെ തന്നെ അവ്യക്തമായിട്ട് അദ്ദേഹം ഭഗവാനെക്കുറിച്ച് തന്നെ എല്ലാം ഇവിടെ പിതാവിനോട് പറഞ്ഞു എന്നാണ് ഈ ശ്ലോകത്തിൽ നമ്മൾ പറയാൻ പോകുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് നോക്കാം. സ്നിഹ്യതി യസ്തവ പുത്രേ മുഹ്യതി സ നമായികൈഃ പുനഃശോകൈഃ ദ്രുഹ്യതി യസ്സതു നശേദിതി അവദത്തേ മഹത്വം ഋഷിവര്യഃ. അല്ലേ, കുഞ്ഞിൻ്റെ ഭാവി അറിയാൻ പിതാക്കൾക്ക് സ്വാഭാവികമായി ഉണ്ടാവുന്ന ഒരു ജിജ്ഞാസ. നന്ദഗോപുരം അതുപോലെ തൻ്റെ പുത്രൻ്റെ ഭാവി അറിയാനായിട്ട് ചോദിക്കുകയാണ് ഗർഗമുനിയോട്. അപ്പോൾ ഗർഗമുനി കുഞ്ഞിൻ്റെ മാഹാത്മ്യം വർണ്ണിക്കുകയാണ്. നാമകരണത്തിലൂടെ പൂർണ്ണമായി മനസ്സിലാക്കാത്ത തരത്തിൽ ഇങ്ങനെ പറയുകയാണ്. ഭഗവാനെക്കുറിച്ച് പറയുന്ന പോലെ തന്നെയാണ് കേട്ടോ. അങ്ങയുടെ പുത്രനെ സ്നേഹിക്കുന്നവർ മായാജന്യങ്ങളായ ദുഃഖങ്ങൾ നിമിത്തം മോഹിക്കുകയില്ല. ഇതാരെക്കുറിച്ചാണ് പറയുന്നത്? ഭഗവാനെ കുറിച്ചല്ലേ. എന്നാൽ അവനെ ദ്രോഹിക്കുന്നവർ നശിക്കുകയും ചെയ്യും. ഭഗവാനെ ദ്രോഹിക്കുന്നവർക്ക് നാശം തന്നെയാണ് ഫലം. അങ്ങനെ ഗഹനമായ ഭഗവത് തത്വങ്ങളാണ് മുനി പറഞ്ഞതെന്ന് അറിഞ്ഞില്ലെങ്കിലും കുഞ്ഞിൻ്റെ ഭാവി ശോഭനമായിരിക്കുമെന്ന് അറിഞ്ഞ് നന്ദഗോപൻ വളരെയധികം സന്തോഷിച്ചു. സ്നിഹ്യതി യസ്തവ പുത്രേ മുഹ്യതി സനമായികൈഃ പുനഃ ശോകൈഃ ദ്രുഹ്യതി യസ്സതു നശേദിത്യവദത്തേ മഹത്വം ഋഷിവര്യഃ.
ഭഗവാന്റെ വിഭൂതികൾ വീണ്ടും പറയുകയാണ് കവി, അല്ലെങ്കിൽ ഗർഗമുനി പറയുകയാണ്. ജേഷ്യതി ബഹുതര ദൈത്യാൻ നേഷ്യതി നിജബന്ധുലോകമമലപദം ശോഷ്യസി സുവിമലകീർത്തിരസ്യേതി ഭവദ്വിഭൂതി മൃഷിരൂചേ. ഗർഗമുനി പറയുന്നതെല്ലാം വിഷ്ണുവിന്റെ വിഭൂതികളാണ് എന്ന് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. പക്ഷേ നന്ദഗോപൻ വിചാരിക്കുന്നത് തൻ്റെ മകന്റെ ഭാവിയെക്കുറിച്ചാണ് മുനി പറയുന്നത് എന്നാണ്. അതായത് അദ്ദേഹം പറയാണ്, താങ്കളുടെ മകൻ വളരെ ഒരുപാട് ദൈത്യന്മാരെ ജയിക്കും. അതിനു വേണ്ടിയിട്ടാണല്ലോ ഭഗവാൻ അവതരിച്ചിരിക്കുന്നത്. തൻ്റെ ബന്ധുക്കളെ കളങ്കവും ദുഃഖവുമെല്ലാം ഇല്ലാത്ത പദത്തിലേക്ക്, ലോകത്തേക്ക് നയിക്കും. അതായത് അവർക്കെല്ലാം, തൻ്റെ ബന്ധുക്കളെക്കെല്ലാം മോക്ഷം നൽകും. മാത്രമല്ല, ഇവന്റെ സുവിമല കീർത്തികൾ, നല്ല കീർത്തികൾ നിങ്ങൾ കേൾക്കും. തീർച്ചയായും ഭഗവാന്റെ കീർത്തികൾ എല്ലാവരും കേൾക്കുമല്ലോ. ദൈത്യരെ നിഗ്രഹിക്കാനാണല്ലോ ഭഗവാൻ അവതരിച്ചിരിക്കുന്നത് തന്നെ. അവിടുത്തെ ഭജിക്കുന്നവർക്ക് മോക്ഷം ലഭിക്കും. അവിടുത്തെ കീർത്തികൾ എപ്പോഴും നാം കേൾക്കും. രണ്ട് രീതിയിലും സത്യമാണ് പറഞ്ഞതെല്ലാം. ജേഷ്യതി ബഹുതര ദൈത്യാൻ നേഷ്യതി നിജബന്ധുലോകമമലപദം ശോഷ്യസി സുവിമലകീർത്തി രസ്യേതി ഭവദ്വിഭൂതിം ഋഷിരൂചേ. അമുനൈവ സർവദുർഗം തരിതസ്ഥകൃതാസ്തമത്ര തിഷ്ഠധ്വം ഹരിരേവേത്യനഭിലപൻ ഇത്യാദി ത്വാമവർണ്ണയത് മുനിഃ. ഭഗവാന് മാത്രം ചേരുന്ന പദങ്ങൾ ഉപയോഗിച്ച് ഭഗവാന്റെ വിഭൂതികൾ ശിശുവിൻ്റെ ഭാവി പറയുന്ന മട്ടിൽ ഗർഗമഹർഷി തുടർന്ന് പറയുകയാണ്. അദ്ദേഹത്തിന് പറഞ്ഞിട്ടും മതിയാവുന്നില്ല. ഇവനെ കൊണ്ട്, ഈ ഉണ്ണിയെ കൊണ്ട് നിങ്ങളുടെ വിഷമങ്ങളെല്ലാം മാറും. ഭഗവാന്റെ കാര്യങ്ങളാണ് പറയുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ ഇത് കുഞ്ഞിനെ പറ്റിയാണ് പറയുന്നത്. ഈ നിങ്ങളുടെ മോനെ കൊണ്ട് നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും മാറും, എല്ലാ ദുർഗങ്ങളും നിങ്ങൾ തരണം ചെയ്യും. നിങ്ങൾ ഇവനിൽ കൃതാസ്ഥനായിരിക്കുക, ആദരവോടുകൂടി ഇരിക്കുക. ഇവൻ നിങ്ങളെ മോക്ഷത്തിലേക്ക് നയിക്കും. ഇവൻ ഹരി തന്നെയാണ് എന്ന് പറയാതെ തന്നെ മുനിയുടെ പറയുകയാണ്. അമുനൈവ സർവദുർഗം ദരിതാസ്ത കൃതാസ്തമത്ര തിഷ്ഠധ്വം ഹരിരേവേത്യനഭിലപൻ ഇത്യാദി ത്വാം അവർണ്ണയത് സമുനിഃ. ഗർഗേത നിർഗതേസ്മിൻ നന്ദിതനന്ദാദി നന്ദ്യമാനസ്ത്വം മദ്ഗതമുദ്ഗത കരുണോ നിർഗമയ ശ്രീമരുത്പുരാധീശ. അങ്ങനെ നാമകരണവും ഭാവി പ്രവചനവും എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഗർഗമഹർഷി സ്വസ്ഥാനത്തേക്ക് മടങ്ങി. അദ്ദേഹം തിരിച്ചുപോയി. ശിശുവിൻ്റെ ഭാവിയെക്കുറിച്ച് മുനി പറഞ്ഞതെല്ലാം ഉൾക്കൊള്ളാൻ ഒരുപക്ഷെ കഴിഞ്ഞില്ലെങ്കിലും വളരെ നല്ല ജാതകമാണ് മകൻ്റെ എന്നറിഞ്ഞ ഗോപനും മറ്റ് ഗോപന്മാരും ആനന്ദഭരിതരായി കൃഷ്ണനെ ഓമനിച്ചു. അങ്ങനെ ഗോകുലവാസികളാൽ ഓമനിക്കപ്പെടുന്ന ഭഗവാനോട് കവി നമുക്ക് വേണ്ടിയും തനിക്ക് വേണ്ടിയും യാചിക്കുകയാണ്. തങ്ങളുടെ എല്ലാ രോഗങ്ങളും വിഷമങ്ങളും മാറ്റിത്തരയണമേ കൃഷ്ണ ഗുരുവായൂരപ്പ. ഗർഗേധ നിർഗതേസ്മിൻ നന്ദിത നന്ദാദി നന്ദ്യമാനസ്ത്വം മദ്ഗത മുദ്ഗത കരുണോ നിർഗമയ ശ്രീ മരുത്പുരാധീശ.
കൃഷ്ണ ഗുരുവായൂരപ്പ രക്ഷിക്കുന്നു. അങ്ങനെ 44-ാം ദശകം ഇവിടെ അവസാനിക്കുകയാണ്.